ഹലോ, നമസ്കാരം. എനിക്ക് കുറേ നാളായിട്ട് പല വീഡിയോസും കാണുമ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു ഓവൽ ഷേപ്പിൽ കേക്ക് ചെയ്യണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ ചെയ്ത് നോക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാനിയുടെ കോൾ വരുന്നത്. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് വേണം. ആൾ വലിയൊരു സ്ട്രോബെറി ലവറാണ്. അപ്പോൾ നമുക്കൊരു സ്ട്രോബെറി കേക്ക് വേണം. ചെറിയ കേക്ക് മതി, പക്ഷേ ഓവൽ ഷേപ്പിൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, നമ്മളിതിന് നോക്കിയിരിക്കുകയല്ലേ. തേടിയ വള്ളി കാലിൽ ചുറ്റി, അല്ലെങ്കിൽ ദൈവം അല്ല വൈദ്യൻ ഇച്ഛിച്ചതും ഒക്കെ പറയണ സംഭവമില്ലേ, അതുപോലൊക്കെ തന്നെ. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ റെഡി ആയതാണ്. പിന്നെ ആദ്യമായിട്ട് ചെയ്യാണ്. എനിക്ക് എന്തും പുതിയതായിട്ട് ചെയ്യുമ്പോൾ നല്ല വെപ്രാളാണ്. എന്തെങ്കിലും ഞാൻ കോളാക്കി കൊടുക്കും എന്നുള്ള ഒരു ധാരണ എന്നെപ്പറ്റി എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ സേഫ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തത്, നേരത്തെ കേക്ക് ഫ്രീസ് ചെയ്തെടുത്തു നന്നായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെങ്കിലും കട്ട് ചെയ്യുമ്പോൾ വലിയ പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ. എനിക്ക് തോന്നിയത് എന്താ അറിയോ, ഹാർട്ട് ഷേപ്പിലൊക്കെ കേക്ക് ചെയ്തെടുക്കണേക്കാളും ഈസിയാണിത്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, ഈ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കേക്ക് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പിലേക്ക് അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഷാർപ്നെസ് കുറയണ മാതിരി ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് സുഖമായിട്ട് പാട്ടും പാടി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതങ്ങനെ ഒത്തിരി കാണാത്തതുകൊണ്ട് നമുക്ക് കുറേ സാധ്യതകളും ഉണ്ട്. പല രീതിയിലും നമുക്ക് പൈപ്പിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കി എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ ഞാൻ വിചാരിച്ച മാതിരിയുള്ള, അതായത് നമ്മളെല്ലാത്തിനെ പറ്റി ആദ്യമേ വലിയ മല കയറാണ്ടെന്നുള്ള വിചാരിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഭയങ്കര രസമായിരുന്നു. താങ്ക് യു സാനിയ, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് എനിക്ക് എടുക്കാനുള്ള ഒരു അവസരം തന്നതിൽ. വലിയ കാര്യമൊന്നും അല്ല കേട്ടോ, വളരെ സിമ്പിളാണ്. ഞാൻ പറയുമ്പം ഇത് എന്തോ വലിയ സംഭവം ചെയ്തു എന്നുള്ളതല്ല, ആദ്യമായിട്ട് ചെയ്തതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കേക്കിനെ പറ്റി നല്ല ഫീഡ്ബാക്കും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും പറയണ്ടല്ലോ, നല്ല സന്തോഷം. ഹാപ്പിയായി ചെയ്തെടുത്ത വർക്കായിരുന്നു ഇത്. കേക്കിൻ്റെ പ്രൈസ് ചോദിക്കുമ്പം കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ഇത്രയും പ്രൈസ് വരുന്നത്. അവർക്ക് ഞാൻ ഇൻഡിവിജ്വലി ആൻസർ കൊടുക്കാറുണ്ട്. പക്ഷേ അത് കോമൺ ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് അതിനുള്ള ആൻസർ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഹോം മെയ്ഡായിട്ട് നമ്മളൊരു വീട്ടിലൊരു ആഹാരം, അത് നമ്മൾ പുറത്തുനിന്ന് കഴിക്കണേക്കാളും ക്വാളിറ്റി ഉള്ളതായിരിക്കും നമുക്കറിയാം അല്ലേ. കാരണം നമ്മൾ കണ്ടമാനം എടുത്ത് ഉണ്ടാക്കുകയല്ല. ഉപയോഗിക്കുന്ന സാധനങ്ങളെക്കുറിച്ചും അത് എത്രത്തോളം നല്ല ബ്രാൻഡാണെന്നുള്ളതും, ഉപയോഗിക്കുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ തന്നെ എത്രത്തോളം പെസ്റ്റിസൈഡ് ഫ്രീ ആണെന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കണം അല്ലേ. അതുപോലെയൊക്കെ തന്നെയാണ് ഒരു ഹോം മെയ്ഡ് കേക്ക് എന്ന് പറഞ്ഞാലും. നല്ല ചിന്തകളുടെ റിസൾട്ടാണ് നല്ല ആഹാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല ചിന്ത എന്ന് പറയുമ്പോൾ മോശപ്പെട്ടതൊന്നും കൊടുക്കില്ല എന്നുള്ളത്, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കില്ല എന്നുള്ളത്, ഇതൊക്കെ നല്ല ചിന്തയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് തരുന്ന ഓരോ കേക്കിൻ്റെയും ഓരോ പ്രോസസ്സിലും ഇത്തരം ചിന്തകൾ സർവ്വസമയവും ഉണ്ട്. ക്വാളിറ്റിയിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വലിയ പ്രോമിസ്.